അമേരിക്ക. ചരിത്രപരമായ ഒരു മലക്കം മറിച്ചിലിൽ കരയുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇസ്രയേലിന് അമേരിക്കയുടെ നിർദ്ദേശം. ഇതുവരെ കട്ട ദോസുകളായിരുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും മധ്യ ഒരു വിടവുണ്ടാകുന്ന സൂചന നൽകി ദ്വിരാഷ്ട്ര നയം അംഗീകരിക്കില്ലെന്ന് ഇസ്രയേലി നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. ഒന്നും ഞങ്ങളെ തടയില്ല, വിജയം വരെ യുദ്ധം തുടരുമെന്ന് അമേരിക്കയുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു കളഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പലസ്തീൻ രാഷ്ട്രമില്ലാതെ ശാശ്വത സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാകില്ലെന്ന US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവിന്റെ പ്രസ്താവന വലിയ പ്രകോപനമായോ? US നയലക്ഷ്യങ്ങൾക്കും ബൈഡന്റെ അഭിപ്രായങ്ങൾക്കും ഘടകവിരുദ്ധമോ ഇസ്രയേലിന്റെ നിലപാട്? യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഐക്യരാഷ്ട്രസഭ പൂർണ്ണ പരാജയമോ? ബന്ദികളെ മോചിപ്പിക്കാൻ UN ഒന്നും ചെയ്യുന്നില്ലെന്ന് അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ ആരോപിക്കുമ്പോൾ തകരുന്നത് സംഘടനയുടെ വിശ്വാസ്യതയോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ഇളകാതെ ഇസ്രയേൽ. ഇന്നത്തെ എന്റെ അതിഥികൾ UK ബ്രിസ്റ്റൽ ബ്രാഡ്ലി സ്റ്റോക്ക് മുൻ മേയറും കൺസർവേറ്റീവ് പാർട്ടി അനുഭാവിയുമായ ടോം ആദിത്യ, യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിലെ ബയോളജിക്കൽ ശാസ്ത്രജ്ഞൻ വിനോദ് വി, സിനിമാ നിർമ്മാതാവും നിക്ഷേപകനും റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയുമായ ടോം ജോർജ് കൊല്ലത്ത് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ ടോം ആദിത്യയിലേക്ക്. ശ്രീ ടോം ആദിത്യ, യുദ്ധം തുടങ്ങുമ്പോൾ മുതൽ ഇപ്പോൾ ഒരു 70 ദിവസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തുടങ്ങുമ്പോൾ മുതൽ ഇസ്രായേലിനൊപ്പമായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ആ ഒരു വിശ്വാസ്യതയ്ക്ക് ഇളക്കം തട്ടിയിരിക്കുന്നു. ഇസ്രയേലിനോട് അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറയാൻ ആരംഭിച്ചിരിക്കുന്നു. എന്താണ് ഈ നയംമാറ്റം സൂചിപ്പിക്കുന്നത്? നയം മാറ്റമല്ല, നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ UK ഒരു പോളിസിയുണ്ട്. ഹമാസിനെതിരെയുള്ള യുദ്ധത്തില് അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ സെൽഫ് ഡിഫൻസിനെ UK അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്, അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. UK ഈ പ്രാവശ്യത്തെ അബ്സ്റ്റെയിൻ ചെയ്തു വോട്ടിങ്ങിൽ, ബിക്കോസ് വി ആർ കൺസേൺഡ് അബൌട്ട് ദി ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്. കുട്ടികൾ ആരും തന്നെ മരിക്കരുത്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സിറ്റുവേഷൻസ്. നമ്മൾ UK പലസ്തീനിയൻ, അതായത് ഓക്യുപ്പൈഡ് ടെറിട്ടറീസിന് തന്നെ 87 മില്യൺ പൗണ്ടാണ് നമ്മളിപ്പം അത് കഴിഞ്ഞ ശേഷം ഒക്ടോബർ കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ചെയ്ത് എയ്ഡായിട്ട്. അപ്പം നമ്മൾ UK ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ്ഫുൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ്. അതിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് ഇസ്രായേൽ ഇപ്പം ചെയ്യുന്നത്. ബിക്കോസ് ദേ ആർ സെയിങ് ഓസ്ലോ അക്കോർഡ് പരാജയപ്പെട്ടു. അവർ വൺ സൈഡ് ആയിട്ട് മാറ്റി ഇത് ചെയ്തതുകൊണ്ട് മാത്രം പീസ് ഉണ്ടാകുന്നില്ല, മറിച്ച് പലസ്തീനിയന്റെ ഭാഗത്താണ് ഹമാസിനെ പോലെയുള്ള ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യാതെ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് സെക്യൂരിറ്റിക്ക് ഒരു ഭീഷണിയാണ്. അതാണ് പ്രധാനമായിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ ഇസ്രായേലിന്റെ അംബാസിഡർ സുഹൃത്താണ്. ഷീ ഈസ് എ വെരി ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻ. നേരത്തെ ഇസ്രായേലിൽ ഇപ്പം UK അംബാസിഡറാണ്. അദ്ദേഹം അവർ പറയുമായിരുന്നു, ഇത്രയും ഈ സിറ്റുവേഷന്റെ ഒരു പ്രോബ്ലം വളരെ ലാക്സിറ്റി ഇസ്രായേൽ പലപ്പോഴും വിട്ടുകൊടുക്കുകയും വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പം അതിനെ ഒരു ബലഹീനതയായി കണ്ട് പലസ്തീനും ഹമാസും അറ്റാക്ക് ചെയ്യുന്നതിന്റെ രീതി. അതുകൊണ്ട് തന്നെ ഇനി കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാതെ ഇസ്രായേലിന്റെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുന്നതാണ് അവരുടെ വാദം. നമ്മൾ എന്തായാലും UK അംഗീകരിക്കുന്നത് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ്. അതിൽ ഫേംലി വി ആർ ബിഹൈൻഡ് ദാറ്റ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇനി അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ആംഡ് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം ഒത്തിരിയധികം കുട്ടികളുമായിരിക്കും. ഇതിന് പകരം ഈ ടണൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള വാർഫെയറിലേക്ക് ഇസ്രായേൽ മാറുമെന്നാണ്. കഴിഞ്ഞ ദിവസം അവര് വളരെ ഒരു കാഷ്വൽ സംസാരം, ഇതൊരു ഔദ്യോഗിക ഇതൊന്നുമല്ല, എന്നോട് അംബാസഡർ സംസാരിച്ചതും പറഞ്ഞ് വി വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ ഹൗ ടു ഡു വാർഫെയർ ഇൻ ദ ടണൽസ് ആൻഡ് ഇറ്റ്സ് സോ. ആ ഒരു വലിയൊരു നെറ്റ്വർക്കാണ്. പലസ്തീനിൽ ഈ കിട്ടുന്ന ഫണ്ടെല്ലാം ഇങ്ങനെയുള്ള ടണൽസ് ഉണ്ടാക്കാനും വാർഫെയർ ഉണ്ടാക്കാനും ഈ റോക്കറ്റ്സിന് വേണ്ടിയാണ് മുടക്കുന്നത് എന്ന് പറയും. അപ്പം ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഫണ്ടിങ്ങും ഈ ഹമാസിന്റെ കയ്യിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വി ആർ ട്രൈങ് ടു ഗിവ് ഇറ്റ് ടു ദി വോളണ്ടറി ഓർഗനൈസേഷൻസ്. ദർ ഈസ് എ പ്രോപ്പർ ഓഡിറ്റിംഗ് സിസ്റ്റം ഇൻ പ്ലേസ് റൈറ്റ് നൗ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മലക്കമറിച്ചിൽ ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ചില കർശനമെന്ന് തോന്നുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരു ദ്വിരാഷ്ട്ര നയം മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നു. ഇസ്രായേലിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അതെന്ന് ഇസ്രായേൽ തിരിച്ചടിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ഒരു മലക്കമറിച്ചിലിന് കാരണം എന്താണ്? അത് ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കപ്പെടുക? ബൈഡന്റെ ഈ ഒരു ട്വിസ്റ്റ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആണത്. ഇങ്ങനൊരു ക്ലൈമാക്സ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
ദിസ് ഈസ് സിംപ്ലി എ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്നതായ ഒരു നീക്കമാണ്. US ഏകദേശം അബൌട്ട് 1.1 മില്യൺ എന്ന് പറഞ്ഞാൽ 3.45 മില്യൺ മുസ്ലിംസ് അവിടെയുണ്ട്. ഈ മുസ്ലിംസിന്റെ വോട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പൊ അതൊരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തില് ഈ മുസ്ലിം വോട്ട്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ അദ്ദേഹം ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ആണ് എങ്കിൽ ഈ വാർ നിർത്തണം. കാരണം സിവിലിയൻസിന് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു നീക്കമാണെങ്കിൽ that is going to be a Christmas gift for the world. നമ്മളിപ്പോ ഒരു ക്രിസ്മസ് സമയത്ത് നമ്മളെല്ലാവരും ലവ്, പീസ് ആൻഡ് ഹാർമണി അതൊക്കെയാണല്ലോ സെലിബ്രേഷൻ മോഡില്. ഇങ്ങനെ ഒരു വാർ നിർത്തുകയാണെങ്കിൽ അതൊരു വേൾഡ് കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. ഇപ്പൊ വാർ നിർത്തണമെന്ന് പറയുകയും അതിനോടൊപ്പം തന്നെ ജെറാൾഡ് ഫോർഡ് വേൾഡിലേക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആൻഡ് വെരി പവർഫുൾ ആയിട്ടുള്ള നേവൽ ഷിപ്പ് ഒരു സൈഡിലും മറ്റേ സൈഡിൽ USS ഐസനോവർ, ഈ രണ്ട് ഷിപ്പ് രണ്ട് സൈഡിൽ വെച്ചതിന് ശേഷം പറയാണ് വാർ നിർത്തണമെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഇറ്റ് ഈസ് എ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം ഇവിടെ ഇസ്രായേലിൽ പോയിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞത്, ഞാൻ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സെക്രട്ടറി ഓഫ് ജനറൽ മാത്രമല്ല, ഐ എം ഓൾസോ എ Jew. See, that conflict, that should not happen. If he is representing America, he is simply holding a position of a Secretary of State. അദ്ദേഹത്തിന്റെ വാക്കുകളാണത്. അപ്പം ഇത് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് ഇപ്പോൾ അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ടെക്നിക്കലി വി ഹാവ് എ പ്രസിഡന്റ് ബൈഡൻ. അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ് നമ്മുടെ ജോ ബൈഡൻ. ഇപ്പോൾ അദ്ദേഹം അല്ല ഭരിക്കുന്നത്. ഇപ്പം ശരിക്കും ബാക്ക് സ്റ്റേജിൽ നിന്നിട്ട് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സ്ക്രീനിൽ നിന്ന് ഭരിക്കുന്നത് മുഴുവനും ബറാക്ക് ഹുസൈൻ ഒബാമയാണ്. അദ്ദേഹം ഡ്യൂറിങ് ഹിസ് ടെന്യൂർ ബീങ് എ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ഒരു നല്ലൊരു ടേംസ് ഉണ്ടായിരുന്നില്ല. നെതന്യാഹു ഇവിടെ വരുന്ന സമയത്ത് ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എയർപോർട്ടിൽ പോയി റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാനോ ഒരു അവസരം പോലും ബറാക്ക് ഹുസൈൻ ഒബാമ ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രസ്റ്റ് ആണ് ഈ വാർ ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തണം എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമാണ്. ഇപ്പം ഇത്രയും വീക്ക് പ്രസിഡന്റ് ആണ് നമ്മുടെ ബൈഡൻ. അദ്ദേഹത്തിന് ഡെമോക്രാറ്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് യൂത്ത് വോട്ട് ചെയ്തിരുന്നു. ഇപ്പൊ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് that was really a bad decision what they have done it. But anyways, ഇതൊരു തീരുമാനം അവർ എടുക്കുകയാണെങ്കിൽ it is a right decision to stop this war. അവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വേൾഡ് കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ബന്ധം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡു ദേ കെയർ? അപ്പൊ ഇസ്രായേലിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് they will not stop until they demolish this terrorist activities. ശ്രീ വിനോദ് വി, ഇപ്പോ ടോം പറഞ്ഞതുപോലെ തന്നെ ഒരു ട്വിസ്റ്റ്, ആ ട്വിസ്റ്റിന് പിന്നിൽ ജോ ബൈഡൻ ഒരു രാഷ്ട്രീയ കണ്ണുണ്ടോ? നമ്മളിപ്പോ ഈ വളരെ കറണ്ട് ആയിട്ടുള്ള ഒരു അഫയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും ഈ സംസാരിക്കുന്നത്. നമ്മളിത് ഹമാസിൽ നിന്ന് തുടങ്ങുകയാണ്, ലോകം ഹമാസിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം ഇതിന്റെ ഞാൻ ബേസിക് നീതിബോധത്തിന്റെ ഒരു പ്രശ്നം പറയാം. അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾ ഈ രണ്ട് പാനലിസ്റ്റുകൾക്കും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യർക്കെല്ലാം ഉള്ള ഒരു നീതിബോധത്തിന്റെ ആസ്പെക്റ്റിൽ നിന്ന് ഞാൻ തുടങ്ങാം. ഒരു കൊച്ചു കഥയായിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ഹദാർ മൊറാഗ് എന്ന് പറയുന്ന ഒരു ജൂതയായിട്ടുള്ള സംവിധായികയുണ്ട്, കേട്ടിട്ടുണ്ടാവും. മേ ബി അവർ ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഇസ്രായേലിയാണ്. അപ്പൊ അവരുടെ അമ്മമ്മയെ കുറിച്ച് അവർ പറയുന്ന ഒരു കഥയുണ്ട്, ഓർത്തെടുക്കുന്ന ഒരു കഥയുണ്ട്. അധികം ഒന്നുമില്ല, 2 ജനറേഷൻ. ഹദാറിന്റെ അമ്മമ്മ യഥാർത്ഥത്തിൽ വനിതാ സംവിധായികയാണ്. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് നല്ല പീഡനം അനുഭവിച്ച സ്ത്രീയാണ്. അവരുടെ അച്ഛന്, അമ്മ, കുടുംബാംഗങ്ങളെല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തീർന്നുപോയ സ്ത്രീയാണ്. അപ്പോ അവരെ ശരിക്കും ഈ എന്താ പറയുന്നത് ഇസ്രായേലിലേക്ക് 1947 ഇസ്രായേലിലേക്ക് അവർ അഭയാർത്ഥിയായി എത്തുക. അപ്പം ആ സ്ത്രീക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കൗൺസിൽ ഒരു വീട് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒരു ബീച്ചിലേക്ക് തുറന്നിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ്. അപ്പൊ ഇവരവിടെ ചെല്ലുന്നു, അങ്ങോട്ട് ചെല്ലുന്നതേ ഉള്ളൂ. അപ്പൊ ഇവരവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പാത്രങ്ങൾ ഇരിപ്പുണ്ട്, ചൂടാറാത്ത പാത്രങ്ങൾ ഇരിപ്പുണ്ട്, ആഹാരം കഴിച്ച് അല്ലെങ്കിൽ അത് നിർത്തി വെച്ചിരിക്കുന്ന ഒരു അവിടുന്ന് ആരോ എഴുന്നേറ്റ് പോയി. അപ്പൊ അവര് നോക്കുമ്പോൾ എന്താണെന്നറിയാം, അവർ അന്വേഷിച്ചപ്പോൾ അത് അറബികൾ അപ്പ വിട്ടിട്ട് പോയതേ ഉള്ളൂ. അതായത് അവരുടെ വീട്,
അവരുടെ അതായത് നമ്മൾ എങ്ങനെ ഇരിക്കും, നമ്മൾ ആഹാരം കഴിച്ചിട്ട് ഒഴിഞ്ഞു പോകാൻ വേറൊരു കൂട്ടർ പറയുന്നു, ഇവര് വരുന്നു. അങ്ങനെ അപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദാറിന്റെ അമ്മൂമ്മ നേരെ വീട്ടിൽ കയറാതെ തിരിച്ചു പോയി അവരുടെ വീട്ടിലേക്കല്ല കൗൺസിലിലേക്ക് പോയി, ടെന്റിൽ പോയിട്ട് പറഞ്ഞു എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല. അവരന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട് കേട്ടോ, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ തന്നെ, അത് അങ്ങനെ തന്നെ പറയാം. ഹൗ കുഡ് വി ഹാവ് ബിക്കം വാട്ട് വി ഒപ്പോസ്ഡ്. അതായത് നമ്മൾ ഒപ്പോസ് ചെയ്തതിനെ അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിതം കൊണ്ട് ഒപ്പോസ് ചെയ്തത് എങ്ങനെയാണ് നമ്മളായി മാറുന്നത്. അത് മനുഷ്യന്റെ ഒരു വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ നീതിബോധത്തോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്കിപ്പോഴും ആ ചോദ്യം ഇങ്ങനെ കിടന്ന് മുഴങ്ങുന്നുണ്ട്. ഈ ചോദ്യത്തെ ഒന്ന് മുന്നോട്ടോ പുറകോട്ടോ വലിച്ചാല് നമുക്ക് ഈ പ്രശ്നത്തിന്റെ നീതിയെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ സംസാരിക്കുന്ന ഇതിന്റെ ടെക്നിക്കാലിറ്റിയെ കുറിച്ചാണ്. മനുഷ്യന്റെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇതിന്റെ പൊളിറ്റിക്സ്, നമ്മൾ ബൈഡൻ എന്ത് പറയുന്നു, മറ്റേ ആൾ എന്ത് പറയുന്നു, യഥാർത്ഥത്തിൽ മനുഷ്യന്റെ നീതിബോധത്തെ അല്ലേ നമ്മൾ ഈ പ്രശ്നം കൊണ്ട് അഡ്രസ് ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള. പക്ഷെ ഈ നീതിബോധം കൊണ്ട് അഡ്രസ് ചെയ്യേണ്ട ആൾക്കാരാണല്ലോ ഈ പറയുന്ന രാഷ്ട്ര നേതാക്കളും അല്ലെങ്കിൽ ഈ മധ്യസ്ഥം വഹിക്കേണ്ട UN ഒക്കെ. ആരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ചരിത്രത്തിൽ ആരുമേ ചെയ്യുന്നില്ലെന്നേ. മനുഷ്യരാശിയുടെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം. ആയുധമെടുത്തവൻ അല്ലെങ്കിൽ പവറുള്ള ഒരു ജനതയ്ക്ക് മറ്റൊരു ജനതയെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ന്യായവാദങ്ങളാണ് നമ്മൾ ഈ കാണുന്ന കഴിഞ്ഞ നൂറ്റാണ്ട് മൊത്തം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതിപ്പോ ഉദാഹരണത്തിന് ബ്രിട്ടനിൽ നിന്നുള്ള എന്താ പറയുന്ന ഒരു പഴയ മേയർ, അദ്ദേഹം പറയുന്നത് കൺസർവേറ്റീവ് ആയിട്ടുള്ള പഴയ മേയർ ഇപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും ഞാൻ ഈ പറയുന്നത്. വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു പഴയ പ്രയോഗമുണ്ട് കേട്ടോ. ഈ ചർച്ച, അതായത് ബ്രിട്ടൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു, അതായത് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൽ ഇടപെടുന്നു, അത് വളരെ ഫേമസ് ആണ്. പക്ഷെ ഞാൻ ഇപ്പൊ വായിച്ചു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം റേഷ്യലായി മാറുന്ന ഒരു പ്രസ്താവനയാണ്. ഇത് ഇങ്ങനെ തന്നെയാണ്. ഇതൊന്ന് കേട്ടോളൂ. I do not agree that a dog in a manger has the final right to the manger, even though we may have the lain there for a very long time. I did not admit that right. I did not admit, for instance, that a great wrong has been done to the Red Indians of America or the black people of Australia. I did not admit that a wrong has been done to these people by the fact that a stronger race, a high-grade race, a more worldly wise race, to put it that way, has come in and taken their place. ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു പട്ടി അതിന്റെ ആഹാരം കഴിക്കുന്ന പാത്രം അതിൻ്റെതാണെന്ന് കരുതുന്നത് പോലെയാണ് പാലസ്തീനിൽ താമസിക്കുന്ന മനുഷ്യർ ആ ഭൂമി അവരുടേതാണെന്ന് കരുതുന്നത്. അറബുകളെ കുറിച്ചാണ്. പിന്നെ ഞാനത് അംഗീകരിക്കുകയില്ല അവരുടെ റൈറ്റിന്. എവിടേക്കുള്ള റൈറ്റ് ആണെന്ന് അറിയാമോ? അമേരിക്കയിലുള്ള എന്താ പറയുന്നത് റെഡ് ഇന്ത്യക്കാരുടെ റൈറ്റിനെ, അതുപോലെ തന്നെ എന്താ പറയുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള അവിടെയുള്ള തദ്ദേശവാസികളുടെ റൈറ്റിനെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള നമ്മുടെ റൈറ്റിനെ പിടികിട്ടിയ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു കൊളോണിസ്റ്റ് പ്രിജുഡൈസ് ആണ്. എന്നിട്ട് അവർ പറയാണ് അതിന് കാരണം എന്താ അയാൾ പറയുന്നത്, ഭരിക്കാൻ വേണ്ടി ജനിച്ച ഒരു ഹയർ റേസ് അവിടെ ഒക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട്. അത് ലോകത്തിന് മൊത്തം നല്ലതാണല്ലോ. അതായത് ഈ വൈറ്റ് ആയിട്ടുള്ള നമ്മളെ കൂടെയാണ് ഈ പറയുന്നത്. ഈ പ്രശ്നം കൃത്യമായി മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഗാന്ധി ഹരിജനിൽ എഴുതുന്നുണ്ട്. എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ എനിക്ക് ജൂതന്മാരോട് സഹാനുഭൂതിയുണ്ട്. പക്ഷേ കാരണം എന്താണെന്ന് അറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ അപ്പാർത്തൈഡ്, അതായത് നമ്മുടെ നാട്ടിലെ ദളിതർ അനുഭവിച്ച അതേ അപ്പാർത്തൈഡ് യൂറോപ്പിൽ അനുഭവിച്ച ഒരു വലിയ ജനതയാണ്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട്. പക്ഷേ ആ പ്രശ്നത്തെ എന്താ പറയുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താ, ബ്രിട്ടീഷുകാർക്ക് ഫ്രഞ്ചുകാർക്ക് ഉള്ളതുപോലെ അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ ബേസിക് റൈറ്റ് അവിടെ ഉണ്ട്. അതൊരു ഹ്യൂമൻ റൈറ്റ് പോലും അല്ല കേട്ടോ. ടെറിട്ടറി സംരക്ഷിക്കാനുള്ള റൈറ്റ് ആനിമൽ റൈറ്റ് ആണ്. അതായത് ഹോമോസാപ്പിയൻസിന്റെ മാത്രം റൈറ്റ് അല്ല. നമ്മളിന്ന് ആന, കുതിര, പട്ടി, പൂച്ച അവരുടെയൊക്കെ ടെറിട്ടോറിയൽ റൈറ്റിനെ കുറിച്ച് പറയാനുണ്ട്, കടുവയെ കുറിച്ച് പറയാനുണ്ട്. അത് ആനിമലിന് വരെയുള്ള റൈറ്റ് ആയിട്ട് നമ്മളത് പറയുമ്പോൾ നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞ പൊളിറ്റിക്സിന്റെ ടെക്നിക്കാലിറ്റി ചർച്ച ചെയ്യാണ്. അത് ഒരു ബേസിക് ആയിട്ടുള്ള കുറ്റബോധം അല്ലെങ്കിൽ എന്താ പറയുക നീതിബോധം അമേരിക്കയിലുള്ള സാധാരണ മനുഷ്യർക്ക് രൂപപ്പെട്ടു വരുന്നതിന്റെ എന്താ പറയുന്നത് ഇൻഡിക്കേഷനുകൾ ഇവിടെ എമ്പാടും കാണാം കേട്ടോ. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളുടെ ഇവിടെ ഒരു ചുമരുണ്ട്. ആ ചുമരി മൊത്തം കുഞ്ഞുങ്ങൾ ഫ്രീ പാലസ്തീൻ എന്ന് എഴുതുകയാണ്. എനിക്കറിയാം അവരൊരു അറബ് വംശജരല്ല. ഇവിടെ സാധാരണ ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പെയിന്റുമായിട്ട് വന്ന് നിന്ന് എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമേരിക്കയെ പോലുള്ള അല്ലെങ്കിൽ എന്താ പറയുക അമേരിക്കയിലെ ബൈഡൻ മലക്കം അറിയുകയോ മറ്റോ ചെയ്യുന്നത് ഈ മനുഷ്യന്റെ ബേസിക് നീതിബോധത്തിൽ ഈ സാധനം കൊള്ളുമ്പോഴാണ്. പഴയ ആ കൊളോണൈസിങ് തോട്ടിനെ മനുഷ്യൻ ഡീകൊളോണൈസ് ചെയ്യുന്നുണ്ട്. സോറി, ഞാൻ സമയം അധികം എടുത്തു. എനിക്ക് ബേസിക്കലി ഇതാണ് പറയാം. ഞാൻ ഇതിന്റെ ടെക്നിക്ക് കടക്കുന്നതേ ഇല്ല. നിങ്ങൾ എവിടെ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ എപ്പോഴും, അത് അമേരിക്കൻ ചോദിക്കുന്നു.
18,200 പാലസ്തീനികൾ കൊല്ലപ്പെടുന്നു. അതിൽ 70% കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. 2.2 ദശലക്ഷം പാലസ്തീനികൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നു. ഞാൻ ന്യൂയോർക്കിൽ ഒരു പ്രതിഷേധം കാണുകയാണ്. അപ്പോൾ പ്രതിഷേധത്തിൽ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ഈ മരിച്ചവരുടെ പാലസ്തീനികളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. 4, 3, 1, 6 മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പേരവിടെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വേദനയുണ്ടല്ലോ, അല്ലെങ്കിൽ തോന്നേണ്ട ഒരു വേദനയുണ്ടല്ലോ. അതെന്തുകൊണ്ട് ഇതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ആർക്കും തോന്നുന്നില്ല? ഇപ്പോഴും നമ്മൾ 240 ഹോസ്റ്റേജ് പഠിക്കുന്നത് 139 പേരും ഇപ്പോഴും അവരുടെ ഹോസ്റ്റേജ് ആയിട്ടിരിക്കുകയാണ്. ദേ കുഡ് ഹാവ് സെറ്റിൽഡ് ഇറ്റ്. മാത്രമല്ല അതിന്റെ ഒരു ഹോസ്റ്റേജ് ക്രൈസിസിന് ഞാൻ അംബാസഡറുമായിട്ട് സംസാരിച്ചു. എന്തുകൊണ്ടാണ് നമുക്ക് നിങ്ങൾക്ക് അതൊന്ന് കണ്ടിന്യൂ പീസ് പ്രോസസ്സിന് അതിൽ നിങ്ങൾ മാറിയത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് നോട്ട് ആസ് അവർ ഒരു കാര്യം നമ്മളൊരു കാര്യം ഇതായിട്ട് ചെയ്തു കൊടുത്താണ്. അവർ പറയുന്നത് ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്താലും ദേ ആർ നോട്ട് അഡ്ഹറിങ് ടു ഇറ്റ്. അവർ കുറച്ചുകൂടെ ബാർഗെയിൻ ചെയ്യാനായിട്ട് മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് വിട്ടുകൊടുക്കുമ്പോൾ പോലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാണ് അവരുടെ ഒരു രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ പല ആൾക്കാരെയും ഡീറ്റെയിൽസിനെ വിട്ടുകഴിക്കുമ്പോഴും പോലും ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം. അതാണ് പ്രശ്നമുണ്ടായത്. ഖത്തർ ഇതിനൊരു മധ്യസ്ഥ വഹിച്ചു. അത് യുഎന്നിന്റെയും കൂടെ ഉള്ള ഒരു അംഗീകാരത്തോടു കൂടിയാണ് ഈ മീഡിയേഷൻ ഉണ്ടായത്. ബട്ട് സംടൈംസ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഐ ഹോപ്പ് ഇറ്റ്സ് നോട്ട് എൻ ഈസി പ്രോസസ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പൊ എടുത്തിരിക്കുന്ന നയം. അമേരിക്ക നമ്മൾ പിന്നിൽ ബാക്കി എന്ന് പറഞ്ഞാലും പിന്നീടും ഈ ജെയിംസ് സള്ളിവന്റെ ഈ ലാസ്റ്റ് പ്രസ്താവനയുണ്ട്. അതായത് US നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിന്റെ they are actually supporting what Israel is doing right now. Okay, ഇപ്പോഴത്തെ ലാസ്റ്റ് ഉള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ടുള്ള നിൽക്കുന്നത് ഇനിയും പൊടിയുന്നത് ഇത് ഇപ്പോഴൊരു ഓൺഗോയിങ് കറണ്ട് അഫയേഴ്സ്. ഇപ്പൊ വിനോദ് പറഞ്ഞ പോലെ വളരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാറിനെ അപ്പൊ നമ്മള് ഡെവലപ്മെന്റ്സും വേണേ ഉണ്ടാകാം. പക്ഷേ ഇസ്രായേൽ ഇസ് പ്രിപ്പയർഡ് ഫോർ എ ലോങ് ടേം വാർ ആൻഡ് അവരുടെ ഒരു പ്രോസസ് പറഞ്ഞത് ദി വോണ്ട് ടു ഡിസ്മാന്റിൽ ഹമാസ്, ദി വോണ്ട് ടു ബ്രിങ് ബാക്ക് ദി ഹോസ്റ്റേജസ്, ദി വോണ്ട് ടു ഇതിന്റെ പ്രോസസിന്റെ കാര്യം പറയുമ്പോൾ അവർ പറഞ്ഞു they want to see that ഇസ്രായേലിന്റെ സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി അണ്ടർമൈൻഡ് ആകാതെ ഉള്ള സിറ്റുവേഷൻ. അതായത് ഹമാസിനെ പോലെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെ അവര് ഭരണത്തിൽ കൊണ്ടുപോകാനാണ്. അതിന് പകരം അവർ പലസ്തീൻ അതോറിറ്റിയുമായിട്ടാണ് പലപ്പോഴും ഇപ്പം അവന്റെ മെമ്മോർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. ഇപ്പം ഇപ്പോഴും നമുക്ക് ഓർക്കാം, നമുക്കൊരു പീസ് പ്രോസസ്സിന് തുടങ്ങണമെന്നായിരുന്നെങ്കിൽ ഇതിന് ഇപ്പം 1947 മുതൽ അല്ലെ 1948 മുതൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറി ഒരു ഇതുണ്ടാവില്ല. അത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. കഴിഞ്ഞ ഓസ്ലോ കരാറിലൊക്കെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. പക്ഷെ നമ്മൾ നോക്കിയാൽ പലപ്പോഴും വീഴ്ചകൾ രണ്ടു കൂട്ടരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും പലസ്തീനിന്റെ ഈ ഗാസയിലേക്ക് വന്ന ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അക്രമ സ്വഭാവം, തീവ്രവാദ സ്വഭാവം, അത് റിവർ ടു സീ, അത് കഴിഞ്ഞ ദിവസം അംബാസഡർ പറഞ്ഞ ഒരു സംഭവം. റിവർ ടു സീ എന്നുള്ള അവരുടെ മുദ്രാവാക്യം കൊണ്ട് തന്നെയാണ് വൈപ്പ് ഔട്ട് ഇസ്രായേൽ എന്നാണ് പിന്നെ പറയും, ഡിസ്മാൻഡിൽ ഇസ്രായേൽ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വി കനോട്ട് മുട്ടുകുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പം ഒരു യൂണിലാറ്ററൽ ഒരു സീസ്വയർ ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഒരു ആത്മഹത്യാപരമായിരിക്കും, സൂയിസൈഡലാണ്. അത് അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ആ കാര്യം നമ്മുടെ കുട്ടികളുടെ കാര്യം പറയുന്നത് റൈറ്റ് നൗ യൂസിങ് എ ടെക്നോളജി വിച്ച് ഇസ് നമ്മുടെ ഇപ്പോൾ വിമാനങ്ങളൊക്കെ എങ്ങനെയാണ് പറഞ്ഞത് ആ ഒരു പൊസിഷനിലൂടെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ടണൽ വാർഫെയർ എന്ന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ. ഒരു പലപ്പോഴും ഇനി ജലം ഇതിന്റെ ഒരു സിറ്റുവേഷനും അതിന്റെ സ്വീ സിസ്റ്റം കൂടെ നോക്കുകയാണ്. ദേ വിൽ ബി യൂസിങ് സം ഓഫ് ദ ടെക്നോളജി ടു വൈപ്പ് ഔട്ട്. അതാണ് അവരുടെ പ്ലാൻ. ശ്രീ ടോം ജോർജ് കൊല്ലത്ത്, അടിസ്ഥാനപരമായി നമ്മൾ ഈ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഞാനാണെങ്കിലും പാനലിസ്റ്റുകളാണെങ്കിലും നമ്മളൊക്കെ യുദ്ധമുഖത്ത് പോയിട്ടില്ല. ഈ യുദ്ധത്തിൽ അതിൻ്റെ ഇരകളാകുന്നവർ അനുഭവിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളാരും അനുഭവിക്കുന്നില്ല. നമുക്ക് കേട്ടറിവും വായിച്ചറിവും മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ AC റൂമിലിരുന്നാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സാങ്കേതികമായി ഡ്രോൺ പതിച്ചു, മിസൈൽ പതിച്ചു, ആ യുദ്ധം അങ്ങനെയായിരുന്നു, ടണൽ വാർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ പ്രയോഗിക്കപ്പെടുന്നത് ഒരുപിടി മനുഷ്യരിലേക്കാണ്. അത് ഇസ്രായേലികളാണെങ്കിലും പാലസ്തീനികളാണെങ്കിലും ഇത് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, ഗർഭിണികളായുള്ളവരുണ്ട്. അവരൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഒരു മനുഷ്യപക്ഷത്ത് നിന്നുള്ള ഒരു പരിഹാരം അത് എത്രത്തോളം അകലെയാണ് നമ്മൾ ഈ ഇതൊക്കെ പറയുമ്പോഴും? അവിടെ ഇപ്പൊ മരിച്ചിരിക്കുന്നതായ 18,200 മേ ബി അതാണ് നമ്മുടെ കണക്കിൽ ഇപ്പം എത്ര പേര് മരിച്ചു എന്ന്. ഇസ്രായേലിന്റെ ഭാഗത്താണെങ്കിൽ 1,600 മരിച്ചു എന്ന്. ഗാസ സ്ട്രിപ്പിൽ ഏകദേശം 2 മില്യൺ സിവിലിയൻസ് ആണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ മാത്രമല്ല ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു വാർ അല്ലെങ്കിൽ ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ബാധിച്ചിരിക്കുന്നത്. അമേരിക്ക ഹാസ് ആൻ ഇൻഡിസ്പെൻസിബിൾ റോൾ ടു റീച്ച് ഗ്ലോബൽ പീസ്.
അപ്പൊ ഗ്ലോബൽ പീസ് നേടിയെടുക്കുന്നതിന്റെ അതിന്റെ ഒരു പ്രസിഡന്റിന് നല്ലൊരു റോളുണ്ട്, ഒരു രാജ്യത്തിന് നല്ല റോളുണ്ട്. അതുപോലെ തന്നെ US-ന്റെ ഏറ്റവും വലിയൊരു അലായി ആയിരുന്നു ഇസ്രയേൽ. ഇപ്പം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ആ ഒരു സൗഹൃദം പോലെ തന്നെ അതിനേക്കാളും വളരെ നീണ്ട കാലങ്ങൾ കൊണ്ടുള്ളതായ ഒരു സൗഹൃദമാണ്, ബെസ്റ്റ് അലായി ആയിരുന്നു ഇസ്രയേൽ ആൻഡ് US. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ തിരിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കണമെങ്കിൽ വൺ ഓഫ് ദ റീസൺ ഈസ് ഇവിടെ സേവ് പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ അമേരിക്കൻ ഫ്ലാഗ്സ് മുഴുവനും ന്യൂയോർക്ക് സിറ്റിയിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് US-ന്റെ നാഷണൽ സെക്യൂരിറ്റിക്ക് അതൊരു വലിയ ത്രെട്ടും കൂടെയാണ്. അപ്പൊ അതും കൂടെ കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പൊ യു ക്യാൻ സീ ദാറ്റ് ഇൻ ഫ്രാൻസ് അല്ലെങ്കിൽ UK, മെനി കൺട്രീസ് ഹാസ് ദിസ് സെയിം ഇഷ്യൂ. ഇപ്പം ഇപ്പം ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും സേവ് പാലസ്റ്റൈൻ, സേവ് ഗാസ പീപ്പിൾ എന്ന് പറയുന്നുണ്ട്. അവരുടെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നതായ വലിയൊരു സംഘടനയാണ് ഈജിപ്തിലും അതുപോലെ ലെബനോനിലും. ദേ ഡോണ്ട് വാണ്ട് ദീസ് പീപ്പിൾ. അവരവരുടെ റെഫ്യൂജീസിനെ പോലും അങ്ങോട്ട് എടുക്കണില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പം സേവ് ഗാസ, സേവ് പാലസ്റ്റൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. വൈ, ഹൗ കുഡ് വി സ്റ്റോപ്പ് ദിസ്? നമ്മുടെ ഇന്ത്യയുടെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മീറ്റിങ്ങിന് പങ്കെടുത്തിരുന്നു. നമ്മുടെ തീം എന്ന് പറയുന്നത് വസുദേവ കുടുംബകം എന്നതായിരുന്നു. ആ വസുദേവ വേൾഡ് ഈസ് അണ്ടർ വൺ ഹ്യൂജ് ഫാമിലി. അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം ലീഡേഴ്സ്, ഇമാംസും അല്ലെങ്കിൽ അതുപോലെയുള്ള റബീസും അതുപോലെ തന്നെ പ്രീസ്റ്റും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സംസാരിച്ചിട്ട് ഹൗ വി ക്യാൻ ഇപ്പം ട്രംപ് തന്നെ നോക്കും. കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ there was some friction. What he did, he moved the capital from Tel Aviv to Jerusalem. അതിനുശേഷം അതിന്റെ ഫ്രണ്ടിൽ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ US-ന്റെ എംബസി put there. അപ്പൊ US എംബസിനെ അവരുടെ ട്രീറ്റ് പ്രകാരം അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശം ആ കൺട്രിക്കുണ്ട്. അതുകൊണ്ട് ഇത്രയും കാലം അവിടെ വാർ നടന്നിരുന്നില്ല. ശ്രീ ടോം ജോർജ് കൊല്ലത്ത് പറഞ്ഞ കാര്യം അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇത് അമേരിക്കയുടെ മാത്രം ഉത്തരവാദിത്വമാണോ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ പദവിയിലേക്ക് ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമോ? അതൊരു ചോദ്യമാണ്. മറ്റൊന്ന്, ഈ ഐക്യരാഷ്ട്ര സംഘടന പോലെ ഈ ലോകസമാധാനത്തിനായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംഘടനകൾ, ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഇനീഷ്യേറ്റീവ് ഉണ്ടാവേണ്ടത്? നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നത് അതേ ലാംഗ്വേജിലാണ്, അതേ രക്ഷകർത്താധികാര ലാംഗ്വേജിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് പവർഫുൾ ആവുമ്പം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആ നാട്ടിലുള്ള അവിടെ പീസ്ഫുൾ ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഈ രക്ഷകർത്ത അധികാരം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു സ്ഥലത്തിന്, അതായത് ജോഗ്രഫിക്കലി വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തിന് മറ്റൊരു സ്ഥലത്തിന് മേലുള്ള അധികാരം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇതേ ചോദ്യമാണ് എനിക്ക് ടോമിനോടും ചോദിക്കാനുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ ഉണ്ടാകാനുള്ള ബേസിക് ആയിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് ബാൽഫർ, നമുക്കറിയായിരിക്കും ആ സമയത്ത് ബാൽഫറിന്റെ അപ്പൊ ഈ വിളംബരം ഉണ്ടാവുന്ന സമയത്ത് ബ്രിട്ടൻ ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ എവിടെയാണ് അവരുടെ കയ്യിൽ ഇപ്പൊ ബ്രിട്ടന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു സ്ഥലമാണ് 1916-17 സമയത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പാലസ്തീൻ എന്ന് പറയുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ഓട്ടോമൻ തുർക്കിന്റെ കയ്യിലാണ്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് പോയി താമസിക്കാനുള്ള റൈറ്റ് ഇവിടുന്ന് കൊടുക്കുകയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതാണ് ഈ ടെറിട്ടോറിയലായിട്ട് എങ്ങനെയാണ് അധികാരം കിട്ടുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. ഈ അധികാരത്തിന് അവർക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത് എന്നുള്ളത് ന്യായത്തിന്റെയോ നീതിയുടെയോ ഒരു ചോദ്യമാണ്. ഈ അധികാരത്തിന്റെ മുകളിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം. നമ്മൾ ഈ പറയുന്ന സാങ്കേതികമായി അമേരിക്കനെ ബേസ് ചെയ്ത് അല്ലെ യൂറോപ്പിനെ ബേസ് ചെയ്ത് അങ്ങോട്ടേക്ക് നോക്കുകയാണ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എപ്പോഴും നമ്മൾ ടോം എന്നോട് ടോം പറഞ്ഞതിനകത്ത് ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തോന്നിയെന്ന് അറിയാം. നമ്മളുടെ ടെക്നോളജികൾ ആധുനികമായിരിക്കണം എന്ന് പറയുന്ന അത് എനിക്ക് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ആധുനികമായ ടെക്നോളജി ഏതാണെന്ന് അറിയാമോ? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കി കൊടുക്കാൻ, ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ടെക്നോളജി മനുഷ്യരുടെ കയ്യിലുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി അതായിരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന പടക്കപ്പലുകളല്ല, നമ്മൾ ഉണ്ടാക്കുന്ന പീരങ്കികളല്ല, നമ്മൾ ഉണ്ടാക്കുന്ന യാതൊന്നുമേ അല്ല. ഇങ്ങനെ മനസ്സിലാവുന്ന ഒരു സാധനമാണ്. ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു നിർത്തിക്കൊള്ളാം. നമ്മൾ ഈ ക്ലബ് ഹൗസിൽ ഒരു 2-3 വർഷം മുമ്പ് നമ്മളെല്ലാവരും കോവിഡ് സമയത്ത് അടച്ചിട്ടിരുന്ന സമയത്ത് ഒരു ഇസ്രായേൽ പാലസ്തീൻ ക്ലബ്ബ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു സൈഡില് അത് വളരെ വിചിത്രമായ രസകരമായ ഒരു സംഗതിയാണ്. ഒരു സൈഡില് ഇസ്രായേലിലുള്ള മനുഷ്യരും മറ്റേ സാധാരണ മനുഷ്യരാണ്, കാണോ, രാഷ്ട്രീയക്കാരല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും പദവികൾ വഹിക്കുന്നതല്ല. ഇപ്പുറത്തെ സൈഡിൽ പാലസ്തീൻകാർ. ഇവർ രണ്ടുപേരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് കരയുകയാണ്. ശരിക്കും പറഞ്ഞ ഈ കരച്ചിലിന്റെ ടോണ്, ഈ മനുഷ്യരുടെ ശബ്ദം ഒക്കെ ഒന്നുപോലെ തന്നെ എനിക്ക് തോന്നുന്നത്. ഇസ്രായേലുകാർ പറയുന്നു ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ റോക്കറ്റ് വന്ന് വീഴുന്നു. അപ്പൊ മറ്റൊരു പറയുന്നു ഇത് ഞങ്ങളുടെ നാടാണ്,
പിടികിട്ടുന്നുണ്ടോ? ഞങ്ങളുടെ നാട്, ഞങ്ങൾ ജനിച്ചു വളർന്ന 7-10 തലമുറകളായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇപ്പം എന്താ പറയുക ഒരു അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുകയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ മോള് യുദ്ധത്തിൽ മരിച്ചു, മോനില്ല. യുദ്ധം എന്നല്ല ഈ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും യുദ്ധം കാണുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1964 തൊട്ട് ഈ പറയുന്ന 2023 വരെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്താ പറയുന്നത് 10-45% സ്ഥലം ഒക്കുപ്പൈ ചെയ്യുകയാണ്. നമ്മൾ വാറില്ലാത്ത സമയത്ത് ശരിക്കും നടക്കുന്നത് ഇസ്രായേലിന്റെ ഒക്കുപ്പേഷൻ ആണ്. നമുക്കത് പറയുമ്പോൾ എളുപ്പമാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ താമസിക്കുന്ന വീട്. ഒരു ദിവസം നമ്മളോട് അതോറിറ്റി വന്ന് പറയുകയാണ് നിങ്ങൾ ഇവിടുന്ന് മാറണം കേട്ടോ. എവിടേക്കാ മാറേണ്ടതെന്ന് അറിയാം? അഭയാർത്ഥി ക്യാമ്പിലേക്ക്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് വരുമ്പോ ഇപ്പൊ ടോമി ഒരു കാര്യം, അപ്പാർത്തൈഡ് ഇല്ല എന്ന് പറയുമ്പോഴും യുനെസ്കോയുടെ 2022 റിപ്പോർട്ടിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. ഇറ്റ്സ് ആൻ അപ്പാർത്തൈഡ് കൺട്രി എന്ന് അവര് യുനെസ്കോയുടെ റിപ്പോർട്ട് ഞാൻ വായിച്ചു വെച്ചതേ ഉള്ളൂ ഈ ഒരു 2-3 ദിവസം മുമ്പ്. ശരി, നമുക്ക് സമയ പരിമിതിയുണ്ട്. ദയവ് ചെയ്ത് അതിഥികൾ ക്ഷമിക്കുക. എന്തായാലും അങ്ങ് ചോദിച്ച ആ ടെക്നോളജി ഉണ്ടല്ലോ, ആ സാങ്കേതിക വിദ്യ മനുഷ്യന്റെ വികാരങ്ങളെ മനസ്സിലാക്കുന്നത്, ഞാനതിനെ എമ്പതി എന്ന് വിളിക്കും. കാരണം മറ്റൊരാളുടെ ഷൂസിൽ നിന്നാലേ അവൻ എത്രത്തോളം വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ എമ്പതി ഇപ്പോൾ ലീഡർഷിപ്പിൽ ഇല്ല എന്നതാണ്. പല ലീഡർഷിപ്പുകളിലും പല തീരുമാനങ്ങളിലും ആ എമ്പതി മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വേദനാജനകമായ കാര്യം. എന്തായാലും അത് വരട്ടെ, മനുഷ്യരുടെ വേദന പരസ്പരം മനസ്സിലാക്കാനാവട്ടെ. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.